ഭയം, ഫിയർ. കഴിഞ്ഞ ദിവസം ഭയത്തെക്കുറിച്ച് പറഞ്ഞു. ഭയം ഒരു വികാരമാണ്. പാപം ചെയ്തതുകൊണ്ടാണ് ഭയമുണ്ടായത്. ആദത്തിന് ആദ്യകാലത്ത് ഭയമില്ലായിരുന്നു. പാപം ചെയ്ത് നഗ്നനായപ്പോൾ അവന് ദൈവം വിളിച്ചപ്പോൾ വിളി കേൾക്കാതെ മാറി നിന്നു. ഭയം കൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് പറുദീസ നഷ്ടപ്പെട്ടു. ഇന്ന് ഭൂമിയിൽ അപ്പടി ഭയമാ. രാത്രി ഭയമാ, പകല് ഭയമാ, ഉച്ചയ്ക്ക് ഭയമാ, എപ്പോഴും ഭയമാ. അതുകൊണ്ടാണല്ലോ പണ്ടൊക്കെ വാതിൽ തുറന്നു കിടക്കും. ഇപ്പോൾ വാതിലടയ്ക്കും, ജനൽ അടയ്ക്കും, വെന്റിലേറ്റർ അടയ്ക്കും, പട്ടിയെ വെക്കും, ലൈറ്റ് വെക്കും, CCTV വെക്കും. എന്നാലും ഭയമാണ് മനുഷ്യൻ. ഭയം കൂടിക്കൂടി വരിക, ഭയം കുറയുകയല്ല. അപ്പോൾ ഭയത്തിനുള്ള ഒരു പ്രതിവിധി എന്താണെന്ന് നമുക്ക് നോക്കാം. ഭയം. റോമർക്കെഴുതിയ ലേഖനം 8:15 പറയും, ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മളെ പ്രാപിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദാസ്യത്തിൻ്റെ അല്ലെങ്കിൽ ജോലിക്കാരൻ്റെ പദവിയല്ല, പിന്നെയോ അബ്ബാ പിതാവേ എന്ന് ദാസൻ എപ്പോഴും ഭയപ്പെടണം യജമാനനെ. ദാസനെ അറിയത്തില്ല യജമാനെന്ന്. പക്ഷെ നമ്മൾ അപ്പനെയാണ് ഭയപ്പെടേണ്ട. സ്നേഹത്തിൻ്റെ അപ്പനാണത്. അപ്പൻ നമുക്ക് തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യത്തില്ല. അല്പം ദേഷ്യപ്പെട്ടാലും നന്മയാക്കി മാറ്റും. അപ്പം ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്രേ റോമർക്കെഴുതിയ ലേഖനം 8:15 ഭയത്തിന് എതിരായിട്ട് പുത്രനാണെന്നുള്ള പദവി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 4 തരത്തിലുള്ള ഭയം 91-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 1 രാത്രിയിലുള്ള ഭയം, 2 പകൽ പറക്കുന്ന അസ്ത്രം വന്ന് കൊള്ളുന്നുള്ള ഭയം, 3 ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിലുള്ള ഭയം, 4 ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിനുള്ള. ഇതെല്ലാം ഭയങ്ങളാണ്, എല്ലാം ഭയം. അപ്പം ഭയം 3 തരത്തിലുണ്ടെന്ന് പറയുന്നത്. അത് മനുഷ്യഭയമുണ്ട്, അകാരണമായ ഭയമുണ്ട്, മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലുള്ള ഭയമുണ്ട്. ഈ ഭയത്തെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഐ ടോൾഡ് ഇറ്റ്സ് എ നെബുലസ് തിങ്. അതുകൊണ്ട് മനുഷ്യഭയമുണ്ട്, ആവശ്യമില്ലാത്ത അകാരണമായ ഭയമുണ്ട്. മുന്നോട്ടൊരു കാലങ്ങോട്ട് വെക്കുന്നുണ്ട്, പുറകോട്ട് വെക്കും, ഭയം പെട്ടിട്ട് പേടിക്കുക. അപ്പം മനുഷ്യഭയം അല്ലെങ്കിൽ മരണത്തിൻ്റെ ഭയം, അത് മനുഷ്യൻ്റെ ഭയമാണ്. ദൈവത്തിൽ നിന്ന് അകലുമ്പോഴുള്ള ഭയമാണ് മനുഷ്യൻ്റെ ഭയമായി തീർന്നത്. അതായത് മരണഭയം. നമുക്ക് മനുഷ്യനെ പേടി അന്നേരം. ദൈവം ഇല്ലെങ്കിൽ നമുക്ക് മനുഷ്യനെല്ലാം പേടിച്ചു വെക്കത്തുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 12:4-5, എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ ഭയപ്പെടേണ്ട. യേശു പറയുന്നതാണ്. ആരെ ഭയപ്പെടേണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. മരണഭയം, ദേഹത്തെ കൊല്ലുന്നവരെ പേടിക്കണ്ട. അതായത് നമ്മൾ ദേഹിയിൽ ശരീരത്തെ കൊല്ലുന്നവനെ നമുക്ക് എപ്പോഴും പേടി. പക്ഷെ ദൈവം പറയാം, അവനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലെന്ന്. അവനെന്ത് ചെയ്യാൻ സാധിക്കും? ജീവൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ നമ്മുടെ യേശുവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഭയപ്പെടുന്നെങ്കിൽ നിന്നെ നിത്യമായ നരകത്തിലേക്ക് തള്ളിയിടുന്ന ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്, അല്ല ലോകത്തിൽ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഈ മാർട്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികൾ. അവർക്ക് ഭയം, ജഡീക ഭയമുണ്ട്, പക്ഷെ അവരുടെ ഉള്ളിലൊരു ഭയത്തിന് പകരം. അവനോട് പൗലോസൊക്കെ ജയിലിൽ നാളെ എക്സിക്യൂട്ട് തല വെട്ടിക്കളയെന്ന് പറഞ്ഞാലും പൗലോസ് പറയും, ഒരു പേപ്പർ ഇങ്ങോട്ട് താ, അടുത്ത ലേഖനം എഴുതുന്നെന്ന് പറയുന്നത്. ജയിലിൽ കിടന്നാണ് മിക്ക ലേഖനവും പൗലോസ് എഴുതിയത്. അറിയാമോ? ഭയം. എവിടെ ഭയം? പൗലോസിൻ്റെ ലേഖനം ഇല്ലായിരുന്നെങ്കിൽ വേദപുസ്തകം പൂർത്തിയാകത്തില്ല. അത് എന്തുമാത്രം മർമ്മങ്ങൾ നമ്മളതിനകത്തും ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയം. ദൈവം പറയുന്നത്, നിങ്ങളുടെ ദേഹത്തെ ഉപദ്രവിക്കുന്നതിനെ കൊല്ലുന്നതിനെ പേടിക്കേണ്ട, പക്ഷേ എന്നേക്കോട്ട് നരകത്തിൽ തള്ളിയിടാൻ അധികാരമുള്ള ദൈവത്തെ പേടി. ആരിത് പഠിപ്പിക്കുന്നുണ്ട്? സദൃശവാക്യം 29:25 പറയുന്നു, മനുഷ്യഭയം ഒരു കെണിയാകുന്നു. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ ഈ പുല്ലുപോലെ വാടിപ്പോകുന്ന ഈ മനുഷ്യനെയാണോ നീ പേടിക്കുന്നത്? എന്നിൽ പാപം ഉണ്ടെങ്കിൽ പേടിക്കണം, പക്ഷെ പാപം ഇല്ലാതെ സൂക്ഷിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മരണഭയം അല്ലെങ്കിൽ മനുഷ്യഭയം. 2 അകാരണമായ ഭയം. മത്തായിയുടെ സുവിശേഷം 14:26, ദൈവത്തിൽ നിന്ന് ദൃഷ്ടി മാറുമ്പോൾ ഉണ്ടാകുന്ന ഭയമാണ് അകാരണമായ ഭയം. യേശു കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഭൂതമാണെന്ന് പറഞ്ഞ് അവർക്ക് പേടിയുണ്ട്. അവർ നടപടി, അത് ഭയമാണ്. യേശുവാണ് നടന്നു വരുന്നത്. അത് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. സത്യദൈവം വന്നാലും നമുക്ക് ഭയമാണ്, കാരണം നമുക്ക് ദൈവത്തെ വലിയ പരിചയമില്ല. അതാണ് ആവശ്യമില്ലാത്ത അകാരണം. അപ്പം നല്ല കാര്യത്തിലും ഭയം വരുന്ന അറിവില്ലായ്മ. അപ്പം മനുഷ്യഭയമുണ്ട്, അകാരണമായ ഭയമുണ്ട്, മുന്നോട്ട് പോകുമ്പോഴുള്ള ഭയം. മുന്നോട്ട് കാലം കൊണ്ട് വെച്ച്, അതായത് ദൈവം തമ്പുരാൻ യേശു വെള്ളത്തിൻ്റെ മേൽ, മർക്കോസിൻ്റെ സുവിശേഷം 14, യേശു വെള്ളത്തിന്മേൽ നടന്നു വരുന്ന കണ്ടപ്പോൾ പത്രോസും ശിഷ്യന്മാരും പറഞ്ഞു ഭൂതമാണ്, അവർക്ക് പേടിയായി.
അപ്പം യേശു പറഞ്ഞല്ല, ഞാൻ ഭൂതമല്ല, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, എന്നാൽ പിന്നെ എന്നോട് പറ ഞാൻ വെള്ളത്തിൽ നടക്കാൻ. പത്രോസ് പേടിച്ചായിരിക്കും പറഞ്ഞത്, അതോ ടെസ്റ്റിങ്ങാണ്. പത്രോസിന് അപ്പടി ഭയമാണ്, എടുത്തു ചാട്ടക്കാരൻ. പത്രോസിനോട് യേശു പറഞ്ഞ് വെള്ളത്തിന് മേൽ ഇറങ്ങി വരാൻ പറഞ്ഞു. ധൈര്യമായിട്ട് പത്രോസ് വള്ളത്തിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിൽ നടന്നു. കുറച്ചെങ്കിലും നടന്നല്ലോ, ആ ഒരു നല്ല ഭാഗം നമ്മൾ കാണണം. പത്രോസ് നടന്നു. പക്ഷേ പത്രോസിൻ്റെ കണ്ണ് പെട്ടെന്ന് ഓളത്തിൻ്റെ മേലെ തിരമാലയിലോട്ട് മാറിയപ്പോൾ, ദൃഷ്ടി ദൈവത്തിൽ നിന്ന് മാറിയപ്പോൾ വെള്ളത്തിൽ താഴാൻ തുടങ്ങി. യേശു അവനെ കൈക്ക് പിടിച്ച് വള്ളത്തിൽ കയറ്റി ഒരു കരയ്ക്ക് ചെന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭയം പലതരത്തിലാണ്. നമ്മൾ കാലുവെച്ച് ഇറങ്ങിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അല്പവിശ്വാസിയായതിനാൽ കയറി വന്നു, വെള്ളത്തിൽ താണു. നമ്മളെല്ലാവരും ഈ കൂട്ടത്തിൽ പെടും, അല്പവിശ്വാസിയെ. അതുകൊണ്ടാണ് അല്പവിശ്വാസിയെ എന്ന് വിളിക്കുന്നത്. എന്തിനാണ് നീ സംശയിച്ചതെന്ന് ദൈവം ചോദിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5:21-24 യായിറോസ് തൻ്റെ മകളെ സൗഖ്യമാക്കാൻ കൊണ്ടുപോകുമ്പം വഴി വെച്ച് രക്തസ്രവമുള്ള ഒരു സ്ത്രീ അവനെ വന്ന് തൊടുന്നു. യേശുവോടെ നിർത്തിച്ച് ചോദിച്ചു, ആര് തൊട്ടു? അവൾക്ക് ഭയമായി. ഉടനെ ദ ഫസ്റ്റ് റിയാക്ഷൻ ഈസ് ഭയം. അത് ഇപ്പോഴത്തെ കാലയളവിൽ ഞാൻ പറയാൻ അനുഭവിച്ചിട്ടുള്ളത്, നമ്മളൊരു വചനം പറയാനായിട്ട് ഒരു വീട്ടിലോട്ട് കടന്നു ചെല്ലുകയാണ്. പ്രോഫറ്റിക്കലി എന്തെങ്കിലും പറയാൻ എനിക്ക് കൃപയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് ഭയമാണ്, ആദ്യ ഭയമാണ്. കാരണം എന്താ? അവരിലുള്ള പാപത്തെ നമ്മൾ വിളിച്ചു പറയുമോ എന്നുള്ള ഭയമാണ് മെയിൻ, നമ്മുടെ ബലഹീന. അത് എല്ലാവർക്കും ഉണ്ട്. അത് തന്നെ വേറൊരു പ്രോഫറ്റിക്കാന്നും പറഞ്ഞ് എൻ്റെ ഒരിക്കൽ കള്ളം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിർത്തുക, എനിക്കറിയാൻ വയ്യാത്തൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞ് നിർത്തിച്ചിട്ടുമുണ്ട്. അപ്പം നമ്മൾ അറിയണം സ്പിരിറ്റ് ഏതാണ്. അപ്പം ഭയം വരുത്തുന്ന പ്രോഫറ്റുണ്ട്, ഭയം ചിലപ്പം പ്രോഫസി നമ്മുടെ ഭയത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുള്ളത് അറിഞ്ഞില്ലേലും ആദ്യത്തെ റിയാക്ഷൻ ഏതൊരു കാര്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഭയമാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഭയമാണ്. സത്യം പറഞ്ഞ സങ്കടം. ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിക്കുന്ന ദൈവത്തിന് അങ്ങ് കരച്ചിൽ വരും നമ്മുടെ ഈ ഭയം കണ്ടിട്ട്. ദൈവം സ്നേഹിക്കാൻ ആഗ്രഹിക്കുക, നമ്മൾ അടുത്തോട്ട് ചെല്ലൂല. നമ്മൾ കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ചു മോടും. അവർക്ക് പേടിയില്ലാത്ത, പക്ഷേ ഒരു സ്ട്രേഞ്ചറിനെ കണ്ട് അവർ ഓടിപ്പോവും. നമ്മൾ ദൈവത്തെ കാണുമ്പോൾ സ്ട്രേഞ്ചറിനെ കാണുന്ന പോലെ, അത്രയല്ലേ പരിചയമുള്ളൂ. അടുപ്പം പോലെയല്ലേ പരിചയം വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മളോട് ദൈവം പറയാണ്, ഭയം മാറിപ്പോട്ടെ. അതേസമയം യായിറോസിന് ഭയമുണ്ടായി. അപ്പോൾ ഈ സാക്ഷ്യം ദൈവത്തിൻ്റെ മുമ്പിൽ ഈ രക്തസ്രവമുള്ള സ്ത്രീ നിന്നപ്പോൾ അവൾക്ക് എന്നെ കണ്ടുപിടിച്ചല്ലോ, ഇനി എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നതെന്നുള്ള ഭയമാണ് അവർക്കുണ്ടായത്. പക്ഷേ ദൈവം അവളെ ആശ്വസിപ്പിച്ചു. അപ്പം ഭയം വരുന്ന റീസൺ എന്താണെന്നും ഭയപ്പെട്ടിന് കാര്യമില്ലെന്നും, പക്ഷെ ദൈവം അവളെ നന്മയ്ക്കാണെന്നും അവൾക്ക് മനസ്സിലായത് പിന്നാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ. യായിറോസിന് ഭയമുണ്ടായി. എപ്പോഴാണ്? പള്ളിപ്രമാണികളുടെ വീട്ടിൽ നിന്ന് വന്ന ആള് യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആളിനെ അയച്ചു. എന്നിട്ട് വഴിക്ക് വെച്ച് യേശുവിനെ ഈ യായിറോസിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇനി ഗുരുവിനെ വിളിക്കണ്ട, കുഞ്ഞു മരിച്ചു പോയെന്ന്. അപ്പം യായിറോസിന് ഭയമാണ്. കൊച്ചു മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഭയം വരത്തില്ലേ? എല്ലാവരുടെയും സ്ഥിതിയില്ലല്ലേ, നമ്മുടെ എല്ലാ സ്ഥിതിയില്ലേ. എപ്പോഴാണ് ഈ ഭയം മാറുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ വിചാരിക്കും മരണം വരെയും കാണുമോ എന്ന്. ഈ ഭയം ഒരു പിശാച് തന്നെയാണ്. ഇതൊരു വികാരം എന്ന് പറഞ്ഞാൽ ഇതൊരു നാശമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാര്യമായി നന്മയ്ക്കുള്ളൂ. ദൈവത്തെ ഭയപ്പെടണം, ബാക്കിയുള്ളതെല്ലാം ആവശ്യമില്ലാത്ത. യേശു പറയുന്നത് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. അപ്പോൾ ഈ യായിറോസിനോട് യേശു പറയുന്നത് ഭയപ്പെടേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന്. എബ്രായ ലേഖനം പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവൻ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരിക്കുന്ന നമ്മളെ വിടുവിച്ചു. ഉണ്ടോ? ക്രിസ്തുവാണ് നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിച്ച്. എബ്രായ ലേഖനം 2:14-15. ഭയം വരാനുള്ള 3 കാര്യം: ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, തെറ്റായ വിശ്വാസം, പൈശാചിക ശക്തികൾ. ഇത് 3മാണ് ഭയം വരാനുള്ള 3 കാര്യം. ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, തെറ്റായ വിശ്വാസം, പൈശാചിക ശക്തിയുള്ള വ്യക്തിയുടെ ആക്രമണം. അപ്പം ദൈവം പറയുന്നത് ഭയം വരാനുള്ള 3 കാര്യം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. എപ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ 8-10 ആദം പാപം ചെയ്തപ്പോൾ യഹോവയാം ദൈവം തോട്ടത്തിൽ വരികയും അവരെ വിളിക്കുകയും ചെയ്യുമ്പം അവർ തെറ്റ് ചെയ്തതിനാൽ അവർക്ക് ഭയമുണ്ടായി. അപ്പോൾ ഭയം ഒരു വികാരം അന്നേരം ഉണ്ടായത്. അതിനു മുമ്പ് ആദത്തിന് ഭയം എന്താണെന്ന് അറിയത്തില്ല, അവയ്ക്കും അറിയത്തില്ലായിരുന്നു. ആദത്തിനും അവയ്ക്കും ദൈവഭയം ഉണ്ടായിരുന്നു എങ്കിൽ അവർ ഈ പിശാച് പറയുന്നത് കേൾക്കത്തില്ലായിരുന്നു.
എവിടെയോ ഭയം മനുഷ്യൻ്റെ സൃഷ്ടിയിൽ കടന്നു വന്നത് പിശാചിന് അടിമയായപ്പോഴാണ്. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ പിശാചിൻ്റെ അടിമത്വത്തിൽ, അപ്പോൾ ഒറിജിൻ ഓഫ് ഫിയർ ഈസ് ആക്ച്വലി ഗോയിങ് അഗെൻസ്റ്റ് ഗോഡ്, അല്ലേ? സത്യദൈവത്തിൽ നിന്ന് മാറുമ്പോഴാണ് ഈ വികാരം നമ്മളെ കടന്നാലട്ടുന്നത്. ഇതൊരു ഭയമെന്ന് പറയുന്ന വികാരം നമ്മളെ കൊല്ലുന്നതാണ്. സൈക്യാട്രിക് പ്രോബ്ലമായിട്ട് മാറുന്നു, ശരീരത്തിൽ രോഗമായിട്ട് വരുന്നു. ഇതൊന്നും ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഉദ്ദേശിച്ചതല്ല. അതിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ തരുവാൻ തക്കവണ്ണം, ഇതാണ് എബ്രായ ലേഖനം 2:14-15 കാണാതെ പഠിക്കേണ്ട വാക്യമാണ്. മരണഭീതിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച ദൈവം കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് അവൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവ് ഈ ഭയം എന്നിൽ നിന്ന് എടുത്തു കളയണമേ. കർത്താവ് പറയുന്നുണ്ട്, അതിനൊരു ഒറ്റമൂലിയായിട്ട് നമുക്ക് പറയുന്നത് യാക്കോബിൻ്റെ 4:8, റെസിസ്റ്റ് ദ ഡെവിൾ, ഹി വിൽ ഫ്ലീ ഫ്രം യു, കോൾ അൺ ടു മീ, ഐ വിൽ കം അൺ ടു യു. പിശാചിനോട് എതിർത്ത് നിൽക്കുക, അവൻ ഓടിപ്പോകും. എന്നെ വിളിച്ചു വരുത്തുക, ഞാൻ കടന്നു വരും. പോരെ? നമുക്ക് ഒത്തിരി ഭയം. ദൈവമേ യേശുവേ നിന്ന് വിളിച്ചാൽ മതി, ഓടി വരുവാൻ. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഓർക്കുന്നത്, സൗദി അറാംകോയിലായിരുന്നപ്പം ഒരു സ്ത്രീയെ തന്നെ നടക്കാം. അറാംകോ ഈസ് വെരി സേഫ്, നമ്മൾ മുഴുവനും മതിൽ വെച്ചിട്ട്. പക്ഷെ അവരന്ന് നടന്നപ്പോൾ ഒരറിയപ്പെടാത്ത ഒരു മനുഷ്യൻ അവരെ ഫോളോ ചെയ്തു, അവരെ ഉപദ്രവിക്കാനായിട്ട്. ഒരിക്കലും നടക്കത്തില്ല. അറാംകോ ഈസ് അങ്ങനെ ഒരു പുറത്തുനിന്നുള്ളൊരു വ്യക്തിക്ക് കയറാനൊക്കത്തില്ല. എങ്ങനെ അയാൾ വന്നെന്ന് അറിയത്തില്ല. അയാൾ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ ജീസസ് ജീസസ് എന്ന് അവർ ഉറക്കെ വിളിച്ചപ്പോൾ ആ മനുഷ്യൻ ഭയപ്പെട്ട് അത് നിന്നിട്ടേച്ച് ഓടിപ്പോയി. ദ നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ നാമം, മേലായ നാമം. അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒന്നുമില്ല. സ്വർലോകത്തിലും ഭൂമിയിലും അധോലോകത്തിലുള്ള സകല ശക്തികളുടെ മുട്ട് അവൻ്റെ മുമ്പിൽ മടക്കും. കർത്താവ് തന്നെ, കിങ് ഓഫ് കിങ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്, അതായത് കർത്താവ് തന്നെ രക്ഷിതാവെന്ന് വിളിച്ചു പറയും. എല്ലാ നാവും ഒരുപോലെ കർത്താവ് രക്ഷിതാവെന്ന് വിളിച്ചു പറയുന്ന കാലം വരും. ഭയപ്പെടാനൊന്നുമില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, ഭയമെന്ന വികാരം പാപത്തിൽ നിന്നും ഉണ്ടായതാണെന്ന് മനസ്സിലാക്കിച്ചു. ഇത് ഭയമെന്ന് പറയുന്ന ഒരിക്കലും സത്യവുമല്ല. ഫാക്റ്റും വചനവും തമ്മിൽ ചേരുന്നില്ല. രോഗിയാന്ന് ഡോക്ടർ പറയുമ്പം ദൈവം പറയുന്ന അടിപ്പിണറുകളാൽ സൗഖ്യം വന്നെന്ന്. കടമുള്ളവനാന്ന് ലോകം പറയുമ്പം ദൈവം പറയുന്നു ഞാൻ സമ്പന്നനാണെന്ന്. ഏതാണ് വിശ്വസിക്കേണ്ടത്? ആത്മാവിൻ്റെ ബലമായ പ്രവർത്തനം ഞങ്ങളിലില്ലെങ്കിൽ ജഡം ഞങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ജഡത്തിനെ മാറ്റിയിട്ട് ആത്മാവിന് ശക്തി പ്രാപിക്കുന്ന വചനം കൊണ്ടും നിൻ്റെ സാന്നിധ്യം കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും തികഞ്ഞ സ്നേഹമാണ് ഭയത്തെ അകറ്റുന്നത്. ദിവ്യ സ്നേഹം 1 യോഹന്നാൻ 4:18 പറയുന്നത്, നിൻ്റെ ദിവ്യ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ. ദൈവം സ്നേഹമാകുന്നു, ദൈവം ഭയമാകുന്നെന്ന് പറയുന്നില്ല. അല്ല, നിൻ്റെ സ്നേഹത്തെ നിറയ്ക്കുമ്പോൾ നിന്നെക്കൊണ്ട് തന്നെ നിറയ്ക്കണം. ഞങ്ങളിൽ തരുന്ന വിടുതലിന് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തോത്രം. അങ്ങനെ ഒരു വിടുതലുണ്ടേ എന്ന് പഠിപ്പിച്ചതിന് സ്തോത്രം. ഭയപ്പെടണ്ട എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം പാപത്തിന് വന്ന ഈ വികാരത്തെ ആദ്യമേ പേടിപ്പിക്കുന്ന ഈ പന്ന സ്വഭാവത്തെ മാറ്റിയിട്ടാണ് വചനം പോലും തരുന്നത്. ഭയപ്പെടേണ്ട, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ദൈവം കൂടെയുണ്ട്. അവൻ എൻ്റെ രക്ഷിതാവാണ്, അവൻ എൻ്റെ ദൈവമാണ്, അവൻ എൻ്റെ രാജാവാണ്. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒന്നുമില്ല. അതാ ഞങ്ങളുടെ എല്ലാ ആവശ്യത്തിനും നീ മതിയാവുന്നവൻ. ഭയമെന്ന വികാരത്തിനെ മാറ്റിയേച്ച് സ്നേഹം കൊണ്ടും ശക്തി കൊണ്ടും സുബോധം കൊണ്ടും നിറച്ചാട്ട്. ഞങ്ങളെ പരിശുദ്ധാത്മാവിന് നിറച്ചാട്ട്. പരിശുദ്ധാത്മാവിന് ഭയമില്ലല്ലോ. യു ബി ദ എക്സിക്യൂട്ടീവ് പവർ ലോർഡ്. ഞങ്ങളിൽ അത് പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെയും പുത്രനെയും പിതാവിനെ ഞങ്ങൾ വിളിച്ചു വരുന്നു. സകലതും യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.